നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷിയുടെ ചേട്ടനെ പോലെ ഒരു മുഴുഭ്രാന്തനെ കല്യാണം കഴിച്ച് ജീവിതം തോലക്കേണ്ടവളല്ല എന്റെ ചേച്ചി. കുട്ടൻ വന്ന് എന്നെ പിടിച്ചു മാറ്റി. ഇല്ലെങ്കിൽ ചിലപ്പോ തന്നെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു. ഇടിച്ചു തെറിപ്പിക്കായിരുന്നു. ഓ ഭാഗ്യം മോളെ, നിനക്കൊന്നും പറ്റില്ലല്ലോ. സിധു ബാ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? മാലാഖ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ചെറിയച്ച, നമുക്ക് മാലാഖയെ വീട്ടിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പോയാലോ? അല്ല അതൊന്നും വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. പറ്റില്ല, ഞങ്ങൾ ആക്കാം അങ്ങോട്ട്. മാലാഖ ഞങ്ങളുടെ കൂടെ വാ. ചെറിയച്ച പറ, ചെറിയച്ച നമുക്ക് ഒരുമിച്ച് പോവാം. പറയുന്ന കേക്ക്. അത് വാ മോളെ, നമുക്ക് പോവാം. അമ്മയാണല്ലോ. ഹലോ അമ്മ. എടി, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? മനസ്സിലായില്ല. കഴിഞ്ഞതൊക്കെ നീ മറന്നുപോയോ? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതമ്മ തെളിച്ചു പറയും. ഗോപു, നിനക്കൊരു നല്ല ജീവിതം സമ്മാനിച്ചതാരാ? അത് ദേവികയാണ്. എന്നിട്ടിപ്പോ അതിന്റെ പേര് ദേവികയുടെ ജീവിതത്തെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് നരകമാക്കാൻ നോക്കുകയാണോ? അമ്മ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അല്ല, ഇനി എത്ര കാലത്തേക്കാ ദേവിക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ത്യാഗങ്ങൾ തുടരേണ്ടത്? അതുകൂടി പറ. അമ്മ ഞാൻ എടി, നീ പറ. ദേവിക ആ ഭ്രാന്തനെ കല്യാണം കഴിക്കേണ്ടതുണ്ടോ? സിദ്ധുവേട്ടന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചി നിർബന്ധിച്ചില്ലല്ലോ. ഞാൻ ഇന്നും അതിനെ എതിർത്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴും എനിക്കതിന് എതിർപ്പ് തന്നെയാ. പക്ഷെ ചേച്ചിയുടെ സ്വന്തം താല്പര്യം അനുസരിച്ചല്ലേ ഈ കല്യാണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ആ താല്പര്യത്തിനൊന്നും കാര്യമില്ല. അത് നീ ഗൗനിക്കേ വേണ്ട. ഈ കല്യാണം നടക്കാൻ പാടില്ല. അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കണം. അതിന് നിനക്ക് ശ്രമിക്കാമല്ലോ. അത് തടയാൻ നിനക്ക് നോക്കാമല്ലോ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ അമ്മേ. ചേച്ചിയുടെ തലയിൽ അത് കേറണ്ടേ? എടി, എനിക്കിതിവിടെ നിന്ന് പറയാനേ സാധിക്കൂ. പക്ഷെ നിനക്കതല്ല. അവളെ ഈ കല്യാണത്തിൽ നിന്ന് തടയാൻ ഇനി സമയമുണ്ട്. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമേ. അമ്മ സമാധാനിക്ക്, ഞാൻ വിളിച്ചോളാം. അമ്മയായിരുന്നോ? അമ്മ എന്താ പറഞ്ഞത്? സിദ്ധുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാ അമ്മ. ദേവിയേച്ചി സമ്മതിച്ചല്ലോ, പിന്നെ അമ്മ എന്തിനാ വാശി പിടിക്കുന്നത്? അമ്മ വാശി പിടിക്കുന്നതിന് കാര്യമുണ്ട്. എന്ത് കാര്യം? ഋഷിയുടെ ചേട്ടൻ വലുതാണ്. അതുപോലെ തന്നെ എനിക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേച്ചിയുടെ ലൈഫ് വലുതാ. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? എന്ത് കുഴപ്പമെന്ന്? കുഴപ്പമേ ഉള്ളൂ. ഋഷിയുടെ ചേട്ടനെ പോലെ ഒരു മുഴുഭ്രാന്തനെ കല്യാണം കഴിച്ച് ജീവിതം തോലക്കേണ്ടവളല്ല എന്റെ ചേച്ചി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിന്റെ ചേച്ചിയെ കുറിച്ച് മോശം പറഞ്ഞ നീ സഹിക്കോന്ന്?
നമ്മളെന്താ ഇവിടെ? ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇതേതായി സ്ഥലം? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഇതുവരെ പറയാതിരുന്നേ. ഇനി പറയാം. എന്നാ നീ പറ. എടാ, ഈ കെട്ടിടത്തിനകത്ത് ഒരു സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പോ? എന്ത് സെറ്റപ്പ്? ഇതൊരു ചീട്ടുകളി സങ്കേതവാളിയാ. ചീട്ടുകളിയോ? അതെ, ചീട്ടുകളി. എന്താ നിനക്ക് ചീട്ടുകളി പിടിക്കില്ലേ? കൊള്ളാം. എടാ, ഞാൻ ചീട്ടുകളിയുടെ ആശാനാ. ചേ, ചുമ്മാ പറയല്ലേ. എടാ, നീ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലാവും. എടാ, ഞാൻ ഇവിടുത്തെ ഒരു ചീട്ടുകളി ചാമ്പ്യനായിരുന്നു. ചീട്ട് കളിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോ നീ എനിക്ക് പറ്റിയ ആള് തന്നെയാ. നിനക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാ ഞാൻ ഒന്നും പറയാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇപ്പൊ ഞാൻ ഹാപ്പിയായി. ചീട്ട് കളിക്കാൻ എനിക്കൊരു കമ്പനിയായല്ലോ. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? ഇത് പോലീസുകാരെയും നാട്ടുകാരെയും വെട്ടിച്ച് നടത്തുന്ന ഒരു ഏർപ്പാടാ. ആ, അത് ഈ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പണം വെച്ചുള്ള കളിയല്ലേ? അതെ. അല്ല, പബ്ലിക്കായിട്ട് നടത്താൻ പറ്റില്ലല്ലോ. ഒളിച്ചും പാത്തും അല്ലേ പറ്റൂ. അളി, നീ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ആ, എങ്ങനെ കളിച്ച് പണം വരാറുണ്ടോ? ഒന്നും പറയണ്ട അളിയാ. ഇടയ്ക്കൊക്കെ നല്ല കോൾ ഒത്തുവരുമായിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് ആകെ പൊട്ടി പൊളിഞ്ഞോണ്ടിരിക്കുക. അതൊക്കെ ഒരു രാശിയാളിയാ. അല്ല, നീ ഇന്നൊരു കൈ നോക്കുന്നോ? ചീട്ടുകളെന്ന് വെച്ചാൽ നീ വല്ലാത്തൊരു ലഹരിയാ. കളിക്കണമെന്നുണ്ട്, പക്ഷെ കയ്യില് കാശില്ല. ശമ്പളം കിട്ടിയെങ്കിൽ നോക്കായിരുന്നു. എടാ, നിന്റെ രൂപ പോലും ഇരിപ്പുണ്ടോ? നീ കടമായിട്ട് തന്നാ മതി. ജയിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാശ് തിരികെ തരാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോ നിന്റെ കടഞ്ഞ വീട്ടിൽ കൊള്ളാടാ. എടാ, ഞാൻ പണം തരാതെ ഒന്നും ഇരിക്കില്ല. ശരി, ഇന്ന് ഞാൻ കളിക്കുന്നില്ല. കളിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന പണം നിനക്ക് തരാം. ദാ, ഇത് വെച്ച് നീ ഭാഗ്യം പരീക്ഷിക്ക്. നീ എന്താ നോക്കിയിരിക്കുന്നേ? നീ വരുന്നില്ലേ? വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.